മാവേലിക്കര പന്തളം റൂട്ടിൽ എഴുപ്പോണിന് സമീപമാണ് രാഹുൽ കൃഷ്ണയുടെ ഫാം സ്ഥിതി ചെയ്യുന്നത്. 150-ൽ പരം വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട പശുക്കൾ ഇവിടെയുണ്ട്. ഒപ്പം കോഴി, ആട്, പേത്ത എന്നിവയും ഇവിടെ വളർത്തുന്നുണ്ട്. നാലു വർഷം മുമ്പാണ് പ്രവാസിയായിരുന്ന രാഹുൽ നാട്ടിലെത്തി കാർഷിക മേഖലയിലേക്ക് ശ്രദ്ധ തിരിച്ചത്. അങ്ങനെയാണ് ശബരി മിൽക്ക് എന്ന സംരംഭവും ഫാമും യാഥാർത്ഥ്യമായത്. പ്രതിദിനം 1600-ലേറെ ലിറ്റർ പാൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പശുപരിപാലനത്തിനും മറ്റുമായി 35-ൽ പരം ജീവനക്കാർ നേരിട്ട് ഫാമിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നു. വിശുദ്ധമായ തൊഴുത്ത്, സ്വന്തമായി കൃഷി ചെയ്ത് തയ്യാറാക്കുന്ന ചോളമടക്കമുള്ള തീറ്റ, ജർമ്മൻ സാങ്കേതികവിദ്യയിലുള്ള കറവേന്ദ്രം, അത്യന്താധുനിക സംവിധാനങ്ങളോടുകൂടിയ പ്ലാന്റ് എന്നിങ്ങനെ ഏറെ സവിശേഷതകളുണ്ട് ഈ ഫാമിന്. നമ്മൾക്ക് ഏറ്റവും കൂടുതലുള്ള HF ഇനം പശുക്കളാണ്. നമ്മളുടെ 90% പശുക്കൾ HF ഇനമാണ്. പിന്നെ ജേഴ്സി ഇനം പശുക്കളാണ്. HF ഇനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കൂടുതൽ പാല് കിട്ടുന്നു എന്നുള്ളതാണ്. 37 ലിറ്റർ വരെ പാല് കിട്ടുന്ന പശുക്കൾ നമ്മൾക്കുണ്ട്. ആവറേജ് നമുക്ക് 22 മുതൽ 23 ലിറ്റർ പാൽ ഉൽപ്പാദനമുണ്ട് ഒരു പശുവിൽ നിന്ന് ആവറേജ് എടുക്കുമ്പോൾ. അല്ലാതെ നമ്മൾ ഗിർ എന്ന് പറഞ്ഞ ഇനമുണ്ട്, വെച്ചൂറുണ്ട്. ഇത്രയുമാണ്. വെച്ചൂറിനും ഗിറിന് 18-19 ലിറ്റർ പാലുണ്ട്. പക്ഷേ വെച്ചൂറിന് വളരെ കുറവായുള്ള പശു ഇനമാണ്. 2 ലിറ്റർ താഴെയുള്ളൂ. സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി, നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി വെച്ചൂറിൻ്റെ പാൽ ഉപയോഗിക്കാറുണ്ട്. വിപണി സാധ്യത മനസ്സിലാക്കിയാണ് സ്വന്തമായി ശബരി മിൽക്ക് എന്ന പേരിൽ പാക്കറ്റ് പാൽ പുറത്തിറക്കുവാൻ രാഹുൽ കൃഷ്ണ തീരുമാനിച്ചത്. പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം ജില്ലകളിലായി ഇപ്പോൾ ശബരി മിൽക്കിന് ഏറെ പ്രചാരം ലഭിക്കുന്നുണ്ടെന്ന് ഈ യുവ കർഷകൻ പറയുന്നു. പശുക്കളെ കറക്കാൻ വേണ്ടി ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ജിയ എന്ന് പറഞ്ഞ കമ്പനിയുടെ 8 പശുക്കളെ ഒരേ സമയം കറക്കുന്ന മെഷീനാണ് ഉപയോഗിക്കുന്നത്. 7 മിനിറ്റ് കൊണ്ട് കറവ തീരും. അല്ലാതെ കൈകൊണ്ട് കറക്കുന്നതിന് വേണ്ടി കറവക്കാരുണ്ട്, 5 കറവക്കാരുണ്ട്. അവർ കറന്നെടുക്കുന്ന പാല് നേരെ പ്ലാന്റിൽ വരികയും പിന്നെ അവിടെ നിന്ന് അത് പാസ്ചറൈസ് ചെയ്ത് ഹോമോജനൈസ് ചെയ്താണ് നമ്മൾ പാല് പാക്കറ്റിലാക്കുന്നത്. ആ പ്രോസസ്സ് കഴിയുന്നതോടുകൂടി നമ്മൾ വിപണനത്തിന് വേണ്ടി തയ്യാറാവും. അത് കോൾഡ് റൂമിലോട്ട് മാറ്റി 2 ഡിഗ്രി സെൽഷ്യസിലാണ് പാല് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അത് കടകളിൽ എത്തുമ്പോൾ ആ ഫ്രഷ്നെസ്, നമ്മൾ മറ്റൊരു പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ആഡ് ചെയ്യുന്നില്ല, ചീത്തയാകാതിരിക്കാനോ രുചി കൂടുവാനോ മറ്റും. അതുകൊണ്ട് ആ ഒരു നാച്ചുറൽ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നതുകൊണ്ടും പിന്നെ ഫാറ്റ് ഗവൺമെൻറ് പറയുന്നത് 3% ഫാറ്റ് ടോൺഡ് മിൽക്കിൽ വേണമെന്നാണ്. നമ്മൾ 3.7% വരെ ഫാറ്റ് ഇടുന്നുണ്ട്. അത് കാരണം പാലിന് കട്ടി കൂടുകയും അല്ലെങ്കിൽ ഹോമോജനൈസ് ചെയ്യുന്നത് കാരണം പാലിന് കട്ടി കൂടുകയും കൂടുതൽ നെയ്യ് എടുക്കാത്തത് കാരണം കൊഴുപ്പ് കൂടുകയും ചെയ്യുന്നത് കാരണം ആ നാച്ചുറൽ ടേസ്റ്റ് ഉണ്ടാവും പാലിന്. അതുകൊണ്ട് കൂടുതൽ ജനപ്രീതി ആർജിക്കുന്നുണ്ട്, കൂടുതൽ പാല് ചിലവാകുന്നു. ശരാശരി 23 മുതൽ 27 ലിറ്റർ വരെ പാൽ ചുരുത്തുന്ന പശുക്കൾ ഫാമിലുണ്ട്. ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട നാടൻ കോഴികളാണ് ഫാമിലെ മറ്റൊരാകർഷണം. ബിറ്റ്ലി, സരോഹി, മലബാറി ഇനങ്ങളിൽപ്പെട്ട ആടുകളെയും ഇവിടെ വളർത്തുന്നുണ്ട്. പശുവിൻ്റെയും ആടിൻ്റെയും കോഴിയുടെയും വിസർജ്യാവശിഷ്ടങ്ങൾ കാർഷിക ആവശ്യങ്ങൾക്ക് മറ്റുമായി ഉപയോഗിച്ച് സമ്മിശ്ര കൃഷിയുടെ ഉത്തമ മാതൃകയാണ് ഈ കർഷകൻ പകർന്നു നൽകുന്നത്. കറവയില്ലാത്ത പശുക്കളെ സംരക്ഷിക്കുന്നതിനായി 13 ഏക്കർ വിസ്തൃതിയുള്ള മറ്റൊരു ഓപ്പൺ ഫാമും ഇതോടനുബന്ധിച്ച് ജൈവ പച്ചക്കറി കൃഷിയും ഇദ്ദേഹം നടത്തുന്നുണ്ട്. ഈ മേഖലയിലേക്ക് കടന്നു വന്നപ്പോൾ ഒട്ടേറെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിരുന്നുവെങ്കിലും കുടുംബത്തിൻ്റെയും പ്രദേശവാസികളുടെയും ഉദ്യോഗസ്ഥരുടെയും പഞ്ചായത്തിൻ്റെയും പിന്തുണയാണ് തൻ്റെ വിജയങ്ങൾക്ക് പിന്നിലെന്ന് രാഹുൽ കൃഷ്ണ സാക്ഷ്യപ്പെടുത്തുന്നു. എല്ലാവരും ആദ്യമേ നോ എന്ന് പറയുന്ന ഒരു മേഖലയാണ് കാർഷിക മേഖല. കാരണം ലാഭമില്ല, ഇല്ലെങ്കിൽ നഷ്ടം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എന്തിനു വേണ്ടി ഉള്ള ജോലി പോരെയോ എന്നുള്ള ചിന്താഗതി. പിന്നെ അതിനകത്തുള്ള ഒരു പാഷൻ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അതിലോട്ട് ഇറങ്ങിത്തിരിച്ചത്. പിന്നെ ഇപ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. കാരണം കൂടുതൽ സ്ഥലങ്ങളിലോട്ട് പാല് കൂടുതൽ പോകുമ്പോൾ, നമ്മൾ സഞ്ചരിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ പാൽ അവിടെ വിൽക്കപ്പെടുന്നത് കാണുന്നതിലുള്ള സന്തോഷം ഒന്നാണ്. പിന്നെ ഒരു വ്യവസായം എന്നുള്ള നിലയിലോട്ട് മാറുമ്പോൾ നമ്മൾക്ക് കൂടുതൽ സംതൃപ്തിയുണ്ട്, സാമ്പത്തികപരമായും സംതൃപ്തി നൽകുന്നുണ്ട്. ഇപ്പോൾ കാർഷിക മേഖലയിലേക്ക് കടന്നു വരുന്ന ഏതൊരാൾക്കും അനുകരണീയമായ മാതൃകയാണ് രാഹുൽ കൃഷ്ണ എന്ന യുവ കർഷകൻ. ഇതിനോടകം തന്നെ ജില്ലയിലെ മികച്ച ക്ഷീരകർഷകനുള്ള അവാർഡ് ഉൾപ്പെടെ നിരവധി നേട്ടങ്ങൾ രാഹുലിനെ തേടി എത്തിയിട്ടുണ്ട്. അഭിലാഷ് തിരക്കടവിനോടൊപ്പം മാവേലിക്കരയിൽ നിന്നും ജോസി ബാബു, മാതൃഭൂമി ന്യൂസ്.